മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി ഈരാറ്റുപേട്ട നഗരസഭയിൽ 40 കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെ ഉദ്ഘാടനം കടുവാമുഴി വാക്കാപ്പറമ്പിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈന നൌഫൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീമ നാസർ, കൗൺസിലർമാരായ സവാദ് ഇ.എ, കെ.ഇ. റാഷിദ്, റസ്ന ഹസീർ, ക്ലീൻ സിറ്റി മാനേജർ ടി. രാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പി. വിശ്വം, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീസ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈന ടീച്ചർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭീമ നാസർ, പ്രിയപ്പെട്ട പാർലമെന്ററി പാർട്ടി ലീഡർ സവാദ് ഇഞ്ചക്കാടൻ, വാർഡ് കൗൺസിലർ റാസി, പ്രിയപ്പെട്ട സജീർ, ബഹുമാനപ്പെട്ട വി.പി. മജീദ്, ബഷീർ കുട്ടിയണ്ണൻ, എച്ച്.എസ്, പ്രിയപ്പെട്ട രാജൻ ജയച്ചൈ, പ്രിയപ്പെട്ട ബഷീർ കുട്ടിയണ്ണൻ, നാസർ വാഴമറ്റം, മറ്റ് സഹപ്രവർത്തകരെ, നമ്മൾ ഈരാറ്റുപേട്ടയിൽ മാലിന്യമുക്ത നാട് നീരാറിനഴക ഈരാറ്റുപേട്ട എന്ന ക്യാമ്പയിൻ നമുക്കറിയാം. കുറച്ച് നാളുകളായി ഈരാറ്റുപേട്ടയിൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സമഗ്ര പദ്ധതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധിയായ വർക്കുകൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി നഗരസഭയിലെ പലയിടങ്ങളിലായി 40 ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ സ്ഥാപിക്കുകയാണ്. ഇന്ന് മുതൽ അതിന്റെ വർക്ക് നടക്കും. ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായി നഗരസഭയിലെ 40 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയാണ്. ഈ ബോട്ടിൽ ബൂത്ത് പ്രത്യേകമായി നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രമാണ് നിക്ഷേപിക്കേണ്ടത്. ഒരു കാരണവശാലും ഫുഡ് വേസ്റ്റോ മറ്റെന്തെങ്കിലും മാലിന്യങ്ങളോ ദയവ് ചെയ്ത് ഈ ബൂത്തിൽ നിക്ഷേപിക്കാൻ പാടില്ല. ഇവിടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും നമ്മുടെ ജീവനക്കാരെല്ലാവരും ഉണ്ട്. ഇവരോടും കൂടി അറിവിലേക്ക് ഒരു കാര്യം പറയുന്നു. മാസത്തിൽ ഒരു ദിവസം വന്ന് ഈ എല്ലാ ബോട്ടിലുകളിലും വന്ന് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ബോട്ടിൽ ബൂത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികളും മാസത്തിലൊരിക്കൽ നമ്മുടെ ജീവനക്കാർ വന്ന് ഇത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പലയിടത്തും നമുക്കറിയാം, ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ പല നാട്ടിലും ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് പള്ള പിടിച്ച് കാട് പിടിച്ച് അതിനകത്ത് യാതൊരു ശ്രദ്ധയുമില്ലാതെ കാലങ്ങളായി കാട് പിടിച്ചിടക്കുന്ന ബോട്ടിൽ ബൂത്ത് കാണാൻ കഴിയും. പക്ഷേ ഈരാറ്റുപേട്ടയിൽ അങ്ങനെ ആവാൻ പാടില്ല. അതിന് പ്രത്യേകം ഞാൻ ജീവനക്കാരോട് പ്രത്യേകമായി പറയുന്നു, നിങ്ങൾ മാസത്തിലൊരിക്കൽ ഈ 40 ബോട്ടിൽ ബൂത്തിന്റെ അടുക്കൽ ചെന്ന് അതിനകത്തുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ കൃത്യമായി കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയും ഈ ബോട്ടിൽ ബൂത്ത് ഇരിക്കുന്ന പരിസരം കൃത്യമായി വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള പ്രിയപ്പെട്ട കച്ചവട സ്ഥാപനക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ കടയിൽ വരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ അത് അവിടെ ഇവിടെയും വലിച്ചെറിയാതെ ഒന്നുകിൽ ചാക്കിനകത്ത് സൂക്ഷിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുക, ഇല്ല എങ്കിൽ കൃത്യമായി ഈ ബോട്ടിൽ ബൂത്തിൽ കൊണ്ട് നിക്ഷേപിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കുക. ഈരാറ്റുപേട്ട നഗരസഭയിലെ എല്ലാ മേഖലയിലും അടങ്ങുന്ന ഇത്തരത്തിലുള്ള കടകൾ കൂടി നിൽക്കുന്ന ഓരോ ജംഗ്ഷനിലും 40 ഇടങ്ങളിൽ നമ്മൾ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുകയാണ്. ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടി കൂടി നടത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.